യൂദ പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ മരുമകളെ പറ്റിയാണ്. യഹൂദ അവയെ അറിഞ്ഞു, അവൾ എന്നിലും നീതി ഉള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന്. ആ മനുഷ്യന് 3 ആൺമക്കളായിരുന്നു. അപ്പം മൂത്തവൻ്റെ ഭാര്യയായിരുന്നു ഈ ആരാണ്, താമാർ. അവിടെ എഴുതിയിട്ടുണ്ട്, ആ ഭർത്താവ് ഒരു ദുഷ്ടനായതുകൊണ്ട് യഹോവ അവനെ കൊന്നു. ചേട്ടാ, ഒരു ദുഷ്ടൻ ഒഴിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് എങ്കിൽ പിന്നെ M4 മാരിയിൽ പരസ്യം വിട്ട് വേറൊരുത്തനെ കെട്ടാമെന്ന് വിചാരിച്ചാൽ അവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവൻ അനിയനുണ്ടെങ്കിൽ അവനെ കെട്ടണം. അപ്പോൾ ഈ പെണ്ണും എന്ത് ചെയ്തു, ഈ രണ്ടാമത്തെ അനിയനെ കെട്ടി. അവനും ദുഷ്ടനായതുകൊണ്ട് യഹോവ അവനെ കൊന്നു. ചേട്ടാ, ഇതെന്തൊരു കഷ്ടം! ഈ എന്തിനാ ഈ ദുഷ്ടന്മാർക്ക് ഇവളെ കെട്ടിച്ചു കൊടുക്കുന്നത്? അവസാനം 3ാമത്തെ ഒരു ദുഷ്ടനും കൂടെ ബാക്കിയുണ്ട്, അതാണ് ഈ പാർട്ടി. പക്ഷേ അമ്മായിയപ്പൻ അയാൾ ഇച്ചിരി ഫ്രോഡാണെന്ന് തോന്നുന്നു. അയാൾ എന്ത് ചെയ്തു, ഈ 3ാമത്തെ മോന് ഇവളെ കെട്ടിച്ച് കൊടുക്കുന്നില്ല. എന്തോ ഒരു കാര്യമുണ്ട്. ഇവൾ ആലോചിച്ചപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവക്ക് ഒരു മക്കളുണ്ടാവാതിരുന്നാൽ വംശം നിലനിർത്തണമല്ലോ. അവൾ അതിനൊരു ചെറിയൊരു കളി കളിച്ചു, അല്ലേ? അതിന് സത്യം പറഞ്ഞാൽ അവൾ ചെയ്ത കാര്യങ്ങൾ നമുക്കിവിടെ പരസ്യമായിട്ട് പറയാൻ പോലും കൊള്ളത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്ത ഒരു സ്ത്രീ, അവളെപ്പറ്റി അവസാനം അവളെ ചതിച്ച ഈ അമ്മായിപ്പം പറയുക, അയ്യോ അവൾ എന്നിലും നീതിയുള്ള എന്ന് പറഞ്ഞ ഒരു താമാറിനെ എന്ത് ചെയ്തു? റിമെമ്പർ, യു മേ എക്സ്പീരിയൻസ് എ വിക്കഡ് ഹസ്ബൻഡ്. സൗരമാരെ, ഒരു ദുഷ്ടനായ ഭർത്താവായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കെട്ടിയവൻ. പക്ഷേ ഒരു ദുഷ്ടന് ഭാര്യയായി പോയെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യം തീർന്നില്ല. ദൈവം അവിടെയും നിങ്ങളെ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് അതിനൊരു ആമയം പറയാൻ പറ്റും? ചിലപ്പോൾ ഒരു വീട്ടിലൊരു ദുഷ്ടനായിരിക്കാം ഭർത്താവ്. ഒരുപക്ഷെ നിങ്ങളെ ഒത്തിരി മിസ്ട്രീറ്റ് ചെയ്യുന്ന ഭർത്താവായിരിക്കാം. വീട്ടിൽ അമ്മായി ഒരുപക്ഷെ നിങ്ങൾക്ക് ന്യായമായിട്ട് വരേണ്ടുന്ന നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് വന്നില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ വീട്ടിലൊരു അടിയന്തരം നടക്കുമ്പോൾ നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങളെ അറിയിക്കുന്ന പോലുമില്ല. പക്ഷേ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു? ഷീ ഡിഡ് സം ക്വസ്റ്റ്യനബിൾ തിങ്സ്. ഓർത്തോണം, അവൾ ചെയ്ത ആ സംഗതി അത്ര നല്ലതല്ലെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അത് വചനത്തിൽ എഴുതി വയ്ക്കാൻ കൊള്ളുന്നതല്ല. പക്ഷേ അതെന്ത് ചെയ്തു എന്നുള്ളത് എഴുതിയിട്ടുമുണ്ട്. അവളുടെ പേരെവിടെ വന്നു? വംശാവലിയിൽ വരികയും ചെയ്തു. ഇനി അവൾക്കൊരു മാന്യത ദൈവം കൊടുത്തത്, യേശുവിൻ്റെ വംശാവലിയിലെ ആദ്യത്തെ സ്ത്രീയാണ് താമാർ. അതിൻ്റെ അർത്ഥം അവൾക്കുണ്ടായ വേദന, അവൾക്കുണ്ടായ നഷ്ടം, അവൾ ചെയ്ത ആ പാപം, ഇതെല്ലാം അവളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ മെശിഹ വരുവാൻ കാരണമായി തീർന്നു. ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില തെറ്റുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കൊള്ളാത്ത കാര്യങ്ങൾ, പുറകോട്ട് നമുക്ക് ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ അതും നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്.